ഹലോ മുത്തുമണീസേ, നമ്മുടെ മഴതൂരും മുമ്പ് സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ബബിതയുടെ ഒരു കേസ്. ബബിത ഇങ്ങനെ ആണെങ്കിലും ആളിച്ചിട്ട് ബുദ്ധിയൊക്കെ ഉള്ള ആളാണ്. നല്ല ബോൾഡായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കും. ആ റൂമിൽ വെച്ച് ഹരിശങ്കറിൻ്റെ അടുത്ത് കാല് പിടിക്കുന്ന പോലെ കെഞ്ചി യാചിച്ചിട്ട് കൂടി അവൻ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും, എന്ന് വെച്ചാൽ മുറപ്പെണ്ണാണ് എങ്കിലും അവളുടെ ശരീരത്തിന് വില പറയണ പോലെയുള്ള രീതിയിൽ അവൻ സംസാരിച്ചു. പിന്നെ ഒന്നും ബബിത നോക്കിയില്ല, വേറെ എന്ത് ചെയ്തു. ബബിത നേരെ അവൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ അങ്ങ് തട്ടിയെടുത്തിട്ട് അവനെ പിടിച്ചു ഒരൊറ്റ തള്ള് ആ ബെഡിലോട്ട് ഹരി അങ്ങ് വീണു. ഈ സമയം കൊണ്ട് ബബിത ഫോണും എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം താഴേക്ക് ഇറങ്ങി കേട്ടോ. ആ സമയം നമ്മുടെ കമലയും നമ്മുടെ രാജീവും ശിവശങ്കറിനും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബബിത ഇങ്ങനെ ഓടിയരച്ച് വന്നിട്ട് ഇവരെ കണ്ടത് പതുക്കെ സ്റ്റക്കായി കേട്ടോ അവിടെ. അപ്പോൾ കമല ചോദിച്ചു, എന്തായി നീ ഓടണേന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാണ്ട് നേരെ കിച്ചണിലോട്ട് അങ്ങ് പോയിട്ടോ. അപ്പോൾ അവർ നോക്കിയപ്പോൾ തൊട്ട് പിന്നാലെ ഹരിയും പോവാണ്. അപ്പോൾ രാജീവ് എണീറ്റ് എന്നിട്ട് ചോദിച്ചു, എന്നാടാ അവൾ എൻ്റെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി, നാണയില്ല ഇത്രയും വലുതായിട്ട് നീയൊക്കെ നിനക്കൊക്കെ ഇങ്ങനെ എന്നും പറഞ്ഞു. ഞാൻ പോയി നോക്കട്ടെ. അപ്പോൾ കമല പറഞ്ഞു, അത് നിൻ്റെ ഫോണ് ഫേസ് ലോക്കല്ലേ, പിന്നെ എന്നാ. അല്ല, ഫേസ് ലോക്കാണ്, അവൾ തുറക്കില്ല, എന്നാലും എൻ്റെ തട്ടിപ്പറിച്ചുകൊണ്ട് ഞാൻ എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ സമയം നമ്മുടെ ബബിത വേറൊന്നും ചെയ്തില്ല, നേരെ കിച്ചണിൽ പോയി. എന്ത് ചെയ്യണം, ആ ഫോൺ നശിപ്പിക്കണം. അവൾ വേറൊന്നും ചെയ്യില്ല, നമ്മുടെ അരയ്ക്കണ അമ്മിക്കല്ലുണ്ടല്ലോ അതിൻ്റെ പുറത്ത് അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ നമ്മുടെ ആ സംഭവം ഉണ്ടല്ലോ, എന്താ അതിനെ പറയണ പേര് ഗൈസ് എനിക്കറിയില്ല. അതിനെ നമ്മളിങ്ങനെ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ചെറിയ സാധനം, അമ്മിക്കല്ലിലുള്ള സാധനം, അത് വെച്ചിട്ട് ആ ഫോൺ ആ ഇതിലെ കല്ലിൽ അങ്ങോട്ട് വെച്ചിട്ട് ആ ഇടിക്കുന്ന സാധനം വെച്ചിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഇടിച്ച് ആ ദേഷ്യം തീരണം വരെ പൊട്ടിച്ചു. ഹരിശങ്കർ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്താ അവസ്ഥ, ദേ കിടക്കണു ഫോണ് ഞപ്പുരുരാന്ന്. എന്നിട്ട് ബബിത അവളെ നോക്കിയിട്ട് വാടാ പട്ടി നിൻ്റെ ഫോൺ വന്ന് എടുക്കടാന്ന് പറഞ്ഞു. അത്ര ദേഷ്യമായിപ്പോയി ബബിതയ്ക്ക്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ബബിത നേരെ അവിടെ കഞ്ഞി വാർത്ത് വെച്ചിരുന്ന ആ വെള്ളത്തിലും കൂടെ ആ ഫോണിൻ്റെ എല്ലാം കൂടെ പിറക്കിയെടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. മതിയായി, ഹരിക്ക് അങ്ങോട്ട് തികഞ്ഞു. ഹരി നേരെ റൂമിൽ കയറി മേളിൽ പോയി കേട്ടോ. അപ്പോൾ രാജീവ് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഒന്നുമില്ല, അവൾ ആ ഫോൺ തന്നില്ല. പക്ഷേ രാജീവ് എന്നിട്ട് ഹരിയും കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ബബിത ഇവർ ചോദിച്ചിട്ട് ബബിത ഒന്നും മിണ്ടല്ല. അപ്പോൾ ശിവശങ്കരനും ചോദിക്കുന്നുണ്ട്, നിന്നോടല്ലേ ഇടി ചോദിച്ചത്, നിനക്ക് എൻ്റെ വായ തുറന്ന് പറഞ്ഞു. എപ്പോഴും ബബിത ഒന്നും മിണ്ടിയില്ല, നേരെ കയറി അങ്ങ് പോവാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും റൂമിൽ പോയി. ഹരിയുടെ റൂമിലും ബബിതയുടെ റൂമിലും പോയി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാജീവും ശിവശങ്കരനും കമലയും പറഞ്ഞു, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതെന്തായാലും ഈ പിള്ളേരെ കൊണ്ടുവന്ന് അവിടെ ആക്കണം. കാരണം ഇവിടെ വന്ന് എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ നമുക്കിവിടെ കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കണം. അപ്പോൾ രാജീവ് പറഞ്ഞു, ശിവേട്ടൻ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ പറയും, ഞാൻ എങ്ങനെയാണ് കൊണ്ടാക്കണം, ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് മൂത്ത് നോക്കി നിങ്ങളെ തിരിച്ച് പോകണം എന്ന് പറയണേ എങ്ങനെയാണ്. അപ്പോൾ രാജീവ് വന്നിട്ട് കമലയുടെ അടുത്ത് ചോദിക്കണം, കമലയിട്ടത്തി കൊണ്ടാക്കോ, പിന്നെ ചൂല് കൊണ്ടാണ് എന്നെ അവിടെ നടിച്ചിറക്കിയത്, അതിന് ഇനി അവിടെ ആ വീട്ടിൽ ചെന്ന് ഞാൻ വീട്ടിൽ കാലൂത്തണമെങ്കിലേ ഞാൻ ഒന്നും കൂടെ കമല ജനിക്കണമെന്ന് പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് എണീറ്റ് പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഇവർ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെങ്ങളുടെ മക്കളാണ്, അവിടെ ആകുമ്പം അലീനയാണെങ്കിലും അവരെ നോക്കിക്കോളും എന്ന് രാജീവ് പറഞ്ഞു. അപ്പോൾ ശിവശങ്കരനും പറഞ്ഞു, ശരിയാ, ഇവിടെ ഇങ്ങനെ വിട്ടാൽ ഈ ബബിതയുടെ ജീവിതം ഒട്ടും ഒരിതില്ല, വരുമ്പം പോകും, എവിടെ പോകണു, എന്താണ് 24 മണിക്കൂറും ഫോണും കാര്യങ്ങളും. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞതെന്നുള്ള ഒരു പിടുത്തം നമ്മുടെ രാജീവിനും ശിവശങ്കരനും മനസ്സിലാവണില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മയും മാമച്ചനും കൂടെയൊക്കെ ചേർന്ന് രേവതിക്കുട്ടീനെയും കൊണ്ട് നമ്മുടെ ആ രമേശൻ നായരുടെ കിളിമാനൂർ ഒന്ന് പോവാണ് കേട്ടോ. പക്ഷേ രേവതിക്കുട്ടിയുടെ അടുത്ത് ഇവർ ഇന്നിടത്താണ് പോകണമെന്നൊന്നും പറഞ്ഞില്ല. മാമച്ചൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ പെട്ടെന്ന് റെഡിയൊക്കെ ആയി അവർ പോവാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് ഒരു വീടാട്ടോ, 2 നില, നല്ല അത്യാവശ്യം വലിയ നല്ല ഒരു ഇതായിട്ടുള്ള വീടാണ്. അവിടെ ചെന്നപ്പോൾ ഒരു പെണ്ണുണ്ട്, 2-3 ആണുങ്ങളുണ്ട്. അപ്പം മാമച്ചൻ പറഞ്ഞു, ഈ രമേശൻ നായർ, അതെ എൻ്റെ ഫാദർ ഇൻ ലോ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രമേശൻ നായരുടെ മകനുണ്ടല്ലോ, ജയചന്ദ്രനോ അങ്ങനെ എന്തോ ആണ് പേര്, ജയപ്രകാശ് അങ്ങനെ എന്തോ ആണ് പേര്, അതാണ് രേവതിക്കുട്ടിയുടെ അച്ഛൻ. അപ്പോൾ ആ രേവതിക്കുട്ടീനെ അയാളുടെ അയാൾ മരിക്കാനായിട്ടുള്ള ഒരു ഇതാണ്, ഇന്നോ നാളെയോ എന്ന് പറഞ്ഞുള്ളൊരു അവസ്ഥയിലാണ് അയാൾ കഴിയുന്നത്. അപ്പോൾ അയാളെ അടുത്തോട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് സ്വന്തം മകളെ ഒന്ന് കാണണമെന്ന ആവശ്യം പറഞ്ഞ് രമേശൻ നായർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ
ആ കുട്ടിയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ആ ഗ്രേസും മാമച്ചനും ഇത് നമ്മുടെ രേവതിക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടെ എത്തി, പക്ഷേ ഡ്രിങ്ക്സും അടിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജയപ്രകാശിൻ്റെ വൈഫാണ്, അതായത് രമേശൻ നായരുടെ മരുമകളാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ഇത് എൻ്റെ 2 സഹോദരന്മാർ, ഇതെൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയും. അവരൊക്കെ മേളിൽ അപ്സ്റ്റെയറാണ്, അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ആരെ പരിചയമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാമച്ചൻ പറയും, അച്ഛനെ എനിക്ക് പരിചയമുണ്ട്, അങ്ങനെ വന്നതാണ്, ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, സുഖമില്ലാണ്ട് മോൻ കിടക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ഇവിടം വരെ വന്നപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിലിരുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ്? അത് പാലയെന്നാണ്. അപ്പം എറണാകുളമാണോ എന്ന് ചോദിച്ചു. അത് എറണാകുളത്തിൽ നിന്നാണെന്ന് മാമച്ചനും പറഞ്ഞു. ഗ്രേസും മാമച്ചനും ആ ഇരിപ്പും ഇതൊക്കെ ഒന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, നല്ല മരുമോളും അതിന് പറ്റിയ നല്ല കുടുംബവും തന്നെ എന്തായാലും. അങ്ങനെ അവർ മേളിലോട്ട് ചെന്നപ്പോൾ രമേശൻ നായർ അവിടെ ഉണ്ട്. അയാൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ, വന്നല്ലോ എന്തായാലും. അപ്പം പറയുന്നുണ്ട്, താഴെ കണ്ടതാണോ മരുമോൾ, നല്ല അവസ്ഥ, ഇത്രയും വയ്യാണ്ട് ഒരു ഭർത്താവ് ഇങ്ങനെ കിടപ്പിൽ കിടക്കുമ്പോൾ കുടിച്ച് കൂത്താടി ഇങ്ങനെ ഇരിക്കുന്ന, ഒന്നും പറയണ്ട, ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് രമേശൻ നായർ കണ്ണ് നിറഞ്ഞ് സങ്കടം വരെയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ജയപ്രകാശ് അപ്പുറത്തെ റൂമിലാണ്, നമുക്ക് അങ്ങോട്ട് പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി കുട്ടിയും കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ കിടപ്പാണ്, കാരണം എഴുന്നേൽക്കാനൊന്നും പറ്റില്ല, പുള്ളിക്ക് ക്യാൻസറാണ്. അപ്പോൾ ആ ഒരു അവസാന ഘട്ടമാണ്, ഇനി ട്രീറ്റ്മെൻറ്റായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആക്കിയിട്ട് റൂമിലോട്ട് കൊണ്ടുവന്നപ്പോൾ ജയപ്രകാശിൻ്റെ അടുത്ത് പറഞ്ഞ്, ഞങ്ങളിങ്ങനെ പാലേന്ന്, ജയപ്രകാശിന് അറിയാമല്ലോ ഇങ്ങനെ മോളെയും കൊണ്ട് വരുമെന്നുള്ളത്, അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രമേശൻ നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവർ വരും എന്നുള്ളത്. അങ്ങനെ കുട്ടിയെ കണ്ട് അങ്ങനെ രേവതി കുട്ടിയുടെ മുഖത്ത് നോക്കണമായിട്ട്, തൻ്റെ സ്വന്തം മകള് ചോര കുഞ്ഞായിരുന്നപ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞ ആ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുകയാണ്. കണ്ടപ്പോൾ തന്നെ അയാളുടെ കണ്ണങ്ങ് നിറയണം കേട്ടോ. എന്നിട്ട് രേവതി കുട്ടിയുടെ അടുത്ത് പറഞ്ഞു അടുത്തോട്ട്. അപ്പോൾ രേവതി കുട്ടിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അങ്ങനെ അടുത്തോട്ട് രേവതിക്കുട്ടി ചെന്നിട്ട് കൈ പിടിച്ചിട്ട്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണമെന്ന് ഈ ജയപ്രകാശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്ക് എന്തിനാ എന്നോട്? അപ്പം മാമച്ചൻ പറയാം, അത് സുഖമില്ലാണ്ട് കിടക്കണം, മോളെ കണ്ടപ്പോൾ ഒരു ഇതുണ്ട് മോളെ. എൻ്റെ മാമച്ചനും ഗ്രേസും ഈ വിഷയം രേവതിക്കുട്ടി ഇവിടുത്തെ കുട്ടിയാണെന്നൊന്നും രേവതിക്കുട്ടി അറിയിക്കാൻ പാടില്ല, അതുകൊണ്ട് അവർ പെട്ടെന്ന് വിഷയം മാറ്റുകയാണ്. അതെ, ഞങ്ങൾ ഇവിടം വരെ വന്നപ്പോൾ ജസ്റ്റ് ഇവിടം വരെ ഒന്ന് കയറി വന്നതാണ്, ഞങ്ങൾക്ക് ഇപ്പം തന്നെ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജയപ്രകാശ് മാമച്ചൻ്റെ മുഖത്തൊരു സംശയത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്. കാരണം രേവതിക്കുട്ടി ഇതൊന്നും അറിയിക്കാണ്ട് വേണം ഇവിടെ നിന്ന് വന്ന് ഇയാളെ ഒന്ന് കാണിക്കുക, എന്നിട്ടൊന്ന് കൊണ്ടുപോവുക, അതായിരുന്നു മാമച്ചൻ്റെയും ഗ്രേസിൻ്റെയും ലക്ഷ്യം. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയാളുമായിട്ട് സംസാരിച്ചു. പക്ഷേ അയാളുടെ കണ്ണ് മുഴുവൻ രേവതിക്കുട്ടിയിലായിരുന്നു. പക്ഷേ രേവതിക്കുട്ടിക്ക് എന്തൊക്കെയോ സംശയം, കാരണം അന്ന് വീട്ടിൽ വന്ന ആളാണ് രമേശൻ നായർ, ഇനി ഇത് എൻ്റെ ആരെങ്കിലും ആണോ എന്ന്. കാരണം രേവതിക്കുട്ടിക്ക് ഓൾറെഡി ഒരു CBI അന്വേഷണ മൈൻഡ് ആണല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡ് എന്തായാലും രേവതിക്കുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രമേശൻ നായർ പറഞ്ഞു, ഞാൻ ചായയൊക്കെ എടുത്ത് സർവൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്, ആഹാരം കഴിച്ചിട്ട് പോവാം. അയ്യോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ പോവാം, എന്തായാലും കഷ്ടം കേട്ടോ, ഇങ്ങനത്തെ ഒരു മരുമകളെയാണല്ലോ കിട്ടിയത്, ഇത്രയും സുഖമില്ലാത്തൊരു മനുഷ്യൻ്റെ അടുത്ത് ഈ സമയത്ത് പോലും ഒന്നും നോക്കാണ്ട്, അയാളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാണ്ട് ഇങ്ങനെ ചീട്ടും കളിച്ച് നടക്കുന്നല്ലോ, വല്ലാത്തൊരു ഗതികേടാന്ന് മാമച്ചനും പറഞ്ഞു. മാമച്ചന് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു ഇമോഷനായി പോയി കേട്ടോ. ജയപ്രകാശിൻ്റെ കിടപ്പും അയാളുടെ അന്ത്യ ഒരു ദിവസങ്ങളല്ലേ, ഒരു വ്യക്തിക്ക് അസുഖം കൂടി അവസാന നാളുകളല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ അവിടെ നിന്ന് കണ്ട് രമേശൻ നായർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ മരിക്കുന്നതിന് മുന്നേ എൻ്റെ കണ്ണടഞ്ഞാൽ മതിയായിരുന്നു, ഇതൊന്നും എനിക്ക് കാണണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ താഴെ പോലും ഇറങ്ങി പോകാൻ പറ്റില്ല. അഥവാ ഈ കൂത്താട്ടങ്ങൾ കണ്ടാൽ തന്നെ, ഈ ചീട്ടുകൾ ഇതൊക്കെ കണ്ടാൽ തന്നെ അവന് പ്രതികരിക്കാൻ പോലും കഴിയില്ല. കാരണം അതിനുള്ള ആരോഗ്യം എൻ്റെ മകനില്ല, അവന് അത്ര സുഖമില്ലാത്ത അവസ്ഥയാണെന്നൊക്കെ രമേശൻ നായർ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം മാമച്ചൻ ഒരു കാര്യം രമേശൻ നായരുടെ അടുത്ത് ആവശ്യപ്പെട്ടു, അതെ, നിങ്ങൾ വന്ന് പറഞ്ഞ് ഇത്രയും സുഖമില്ലാത്ത ഒരാളാണെന്ന് കൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ വന്ന് കൊണ്ട് കാണിച്ചത്. പക്ഷേ ഇനി ഒരിക്കലും ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുക, രേവതി കുട്ടിയെ കാണാനായിട്ട് വരുമോ, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഒരിക്കലുമില്ല, ഈ വന്നത് തന്നെ വളരെ ഉപകാരമെന്ന് പറഞ്ഞ് രമേശൻ നായർ ഒരു സന്തോഷം പ്രകടിപ്പിച്ചു കേട്ടോ. അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, നമ്മുടെ അന്ന് വീട്ടിൽ വന്ന ആളല്ലേ, അതാരാ കിടക്കുന്നത്, അയാൾ എന്തിനാ എന്നോട് പിന്നെ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ്. ഗ്രേസും മാമച്ചനും ആകെ അന്തം വിട്ടുപോയി, എന്തിനി മറുപടി പറയും, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അതെ, സുഖമില്ലാണ്ട് കിടക്കുന്ന ആളല്ലേ മോളെ, അയാൾക്ക് ഓർമ്മയോ വല്ലതും ഉണ്ടോ, അപ്പം നിന്നെ കണ്ടപ്പോൾ എന്തോ ഒരു കുട്ടിയെ മോളെ പോലെ വല്ലതും തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും രേവതിക്കുട്ടിയുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ
ഉണ്ടായിരുന്നു എന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ. അങ്ങനെ അവരവിടെ നിന്ന് യാത്ര തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിതേനെയും നമ്മുടെ രോഹിത്തിനെയാണ്. അങ്ങനെ ഈ സീനൊക്കെ കഴിഞ്ഞ് ബബിത ചെന്ന് കുളിച്ച് ഫ്രഷായി ആകെ മൈൻഡൊക്കെ ഒന്ന് നോർമലാക്കി കേട്ടോ. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹരി വീണ്ടും ബബിതയുടെ അടുത്ത് വരികയാണ് കേട്ടോ. എടി, നീ എന്നെക്കുറിച്ച് എന്താ കരുതിയത്? ഈ ഹരിശങ്കർ ആരാണെന്നാണ് നീ കരുതിയത്? നീ ആ ഫോൺ അങ്ങ് തല്ലിപ്പൊളിച്ച് കഴിഞ്ഞാൽ നിൻ്റെ വീഡിയോ പോയെന്ന് കരുതിയോ? എടി, ഞാനത് അപ്പം തന്നെ വാട്സപ്പിൽ സേവ് ചെയ്ത് ഈ ഫോണൊന്ന് സ്റ്റോർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ആ വീഡിയോസ് കിട്ടും. നീ എന്നെക്കുറിച്ച് എന്താടി കരുതിയത്? നീ രക്ഷപ്പെട്ടു എന്നാണോ കരുതിയത്? അപ്പോഴേക്കും ബബിതയ്ക്കും അങ്ങോട്ട് പെട്ടെന്നൊരു ദേഷ്യവും ടെൻഷനും ഒക്കെ അങ്ങ് വരണേ. അവൻ വിടില്ല. അപ്പം ഇവനെ ഇങ്ങനെ വിട്ടോ, ഇവനെ എന്തെങ്കിലും ചെയ്ത് കൊന്നു കളഞ്ഞാലോ. കാരണം ഈ ബബിതയ്ക്ക് ഇച്ചിരി ക്രിമിനൽ മൈൻഡും കൂർമ്മ ബുദ്ധിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആകെ ഒരു ഇതായിട്ട് അങ്ങനെ നിൽക്കണം ബബിത എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാണ്ട്. അപ്പോൾ ഏകദേശം നാളെ കാണിക്കുന്നതിൻ്റെ ഒരു ഇൻട്രോ മാത്രമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ വരുന്നത്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വേറെന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? പെട്ടെന്ന് പറഞ്ഞ് മുഴിപ്പിച്ച് എന്തെന്ന് വെച്ചാൽ നമുക്ക് പ്രൊമോ കിട്ടുന്ന അനുസരിച്ച് കേട്ടോ പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ അധികം ബോറടിപ്പിക്കാണ്ട് പറഞ്ഞ് തീർത്തന്നേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്, ബൈ ബൈ, സീ യു.